കഴിഞ്ഞ 2 തവണ മത്സരിച്ചത് പാകിസ്ഥാനിലായിരുന്നെന്നും ആ 2 തവണയും അവരെ തോൽപ്പിച്ചെന്നും നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാന്റെ ഒരു പ്രചരണത്തിന്റെ കമന്റാണ്. ഇത് ഇന്ത്യയാണ്, കേരളത്തിലാണ്. താനൂർ മണ്ഡലത്തെക്കുറിച്ചാണ് ഈ പരാമർശം. മുമ്പ് മത്സരിച്ച് വിജയ മണ്ഡലമായ താനൂരിനെ പാകിസ്ഥാനുമായി ഉപമിച്ചാണ് അബ്ദുറഹ്മാൻ പ്രചരണത്തിനിടെ സംസാരിച്ചത്. തെല്ലൊന്നുമല്ല വിവാദമായിരിക്കുന്നത്. ഇത്തവണ ഹോം ഗ്രൗണ്ടിലാണ് കളിയെന്നും അബ്ദുറഹ്മാന്റെ വിവാദ പ്രസംഗത്തിലുണ്ട്. കഴിഞ്ഞ 2 തവണ താൻ മത്സരിച്ചത് പാകിസ്ഥാനാണെന്നും അവിടെ അവരെ തോൽപ്പിച്ചെന്നുമുള്ള മന്ത്രിയുടെ പരാമർശത്തിന് മലപ്പുറം ജില്ല ഒട്ടും ന്യായീകരിക്കാൻ അവസരം കൊടുക്കില്ല. പ്രചരണത്തിനിടെ തിരൂർ LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ നടത്തിയ ആ വിവാദ പരാമർശമാണ് ഇപ്പോൾ പുലിവാലായിരിക്കുന്നത്. താനൂർ, മുമ്പ് മത്സരിച്ചിരുന്ന താനൂർ പാകിസ്ഥാൻ പോലെയാണോ? അങ്ങനെയെങ്കിൽ താൻ MLAയും മന്ത്രിയുമായിരുന്ന കഴിഞ്ഞ 5 വർഷം എന്തുകൊണ്ട് അബ്ദുറഹ്മാൻ ഇതിന് നടപടിയെടുത്തില്ല? എന്തുകൊണ്ട് പഴയ താനൂരിന്റെ MLA ഇങ്ങനൊരു പാകിസ്ഥാൻ പരാമർശം നടത്തി? ഗുരുവായൂർ BJP സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ ഇനിയൊരു ഹിന്ദു MLA വേണോ എന്ന് ചോദിച്ചതിനേക്കാൾ വർഗീയമാണ് സംസ്ഥാനത്തെ ഇനിയും സ്ഥാനം ഒഴിഞ്ഞിട്ടില്ലാത്തൊരു മന്ത്രിയുടെ പരാമർശം. അതും തന്റെ തന്നെ സമുദായത്തിനെതിരെ മുള്ളും മുനയും വെച്ച് പറഞ്ഞതിൽ താനൂരിന് ഇട്ട് വച്ചത് കൊണ്ട് താനൂരിനും തിരൂരിനും ഒരുമിച്ചാണ്. താനൂരിലെ സ്ഥാനാർത്ഥി PK നവാസിനെതിരെ തന്നെയാണ് മറ്റൊരു മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ഇങ്ങനെയൊക്കെ പറഞ്ഞത്. മന്ത്രി അബ്ദുറഹ്മാന്റെ വാക്കുകൾ BJP നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് സമാനമാണെന്നാണ് തിരൂരിലെ UDF സ്ഥാനാർത്ഥി കുറക്കോളി മൊയ്തീൻ വിമർശിച്ചത്. UDF ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായി രംഗത്തെത്തി കഴിഞ്ഞു. നമ്മുടെ എതിരാളികൾ പറയുന്നത് നമ്മൾ താനൂരിൽ നിന്നും തോറ്റു മടങ്ങിയെന്നാണ്. 2 മത്സരം താനൂരിൽ പാകിസ്ഥാനിൽ വെച്ച് നമ്മൾ കളിച്ചു. നമ്മളെന്നാൽ LDF. 2ലും അവർ തോൽപ്പിച്ചു. ഇത് 3ാമത്തെ മത്സരമാണ്. അത് നമ്മുടെ ഹോം ഗ്രൗണ്ടായ തിരൂരിൽ വെച്ച് കളിക്കും. നമുക്ക് ജയിക്കണ്ടേ എന്ന ചോദ്യം ഉയർത്തിയാണ് അബ്ദുറഹ്മാൻ സംസാരിച്ചത്. ഈ പ്രസ്താവന വിവാദമായത് മറ്റൊരു വരട്ട് ന്യായം പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തി. അതിങ്ങനെയാണ്: തിരൂരിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പോലെ ആണെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് തിരൂർ പാകിസ്ഥാനും താനൂർ ഇന്ത്യയും. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ വലിയ ആരവമാണ്. അതേ ആരവം 2 തവണ തിരൂരിൽ ഉണ്ടായിരുന്നു. 2 തവണയും താൻ ലീഗിനെ തോൽപ്പിച്ചു എന്നാണ് അബ്ദുറഹ്മാൻ ഇപ്പോൾ പറയുന്നത്. താൻ പ്രചരണ വേളയിൽ പറഞ്ഞ വാചകങ്ങളെ തെറ്റായി മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചെന്ന് മന്ത്രി മറ്റൊരു ന്യായം കൂടി പറയുന്നുണ്ട്. അങ്ങനെ 2 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെയാണ് പരാജയപ്പെടുത്തിയത്. ഈ തെരഞ്ഞെടുപ്പിലും നമ്മൾ ജയിച്ചാൽ 3 മത്സരം ജയിക്കുമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നാണ് അബ്ദുറഹ്മാന്റെ നിലപാട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ അമിത്ഷാ നടത്തിയ പാകിസ്ഥാൻ പരാമർശങ്ങളോട് ഇതിനെ മുസ്ലിം ലീഗ് ഉപമിക്കുകയാണ്. അതാണ് പറഞ്ഞത്. BJP പറഞ്ഞ അതേ പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ LDFും പറയുന്നത്. CPMഉം BJPയും വർഗീയതയെ ഒരു കളിക്കോപ്പായി ഉപയോഗിക്കുകയാണെന്നും ഇരു പാർട്ടികളും വർഗീയത വളർത്തി മുന്നേറാൻ ശ്രമിക്കുന്നെന്നുമൊക്കെ ലീഗ് പറയുന്നുണ്ട്. മലപ്പുറം ജില്ലയെ തരംതാഴ്ത്തി കിട്ടാനും അവഹേളിക്കാനും ഇടതിന്റെ ഭാഗത്തു നിന്നും തുടർച്ച ഉണ്ടായുള്ള ഫാത്തിമ തഹ്ലീക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ, അതുപോലെ തന്നെ TP രാമകൃഷ്ണന്റെ ആ പ്രചരണ വാക്കുകൾ, ഇതൊക്കെ ഏറെ മലപ്പുറത്തെ മുറിവേൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് കടുത്ത വർഗീയത. പാകിസ്ഥാനെ താരതമ്യം ഉപമിച്ച മന്ത്രി അബ്ദുറഹ്മാന്റെ ഈ വർഗീയ നടപടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടിയെടുക്കുമെന്ന് കാത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗും UDF.